ഇതിപ്പോ ലോങ്ങിൽ പെട്ടതാണോ? ഇത് ഒരു ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ആണ്. നല്ല ഇനം എന്ന് പറഞ്ഞാല് 1.5 വർഷം കൊണ്ട് ഈ സാധനം കായ്ക്കുന്നുണ്ട്. അതെയോ? 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട്. 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട്. പക്ഷെ നല്ല ഹീൽഡ് ഉണ്ട്. ഒരു പാകത്തെ വിലയേ ഉള്ളൂ. ഇതൊരു 650 രൂപക്ക് നല്ലൊരു റിസൾട്ട്, പക്ക റിസൾട്ട് ഉള്ള ഒരു ലോങ്ങനാണ്. 650 രൂപ? ഇത്രയും വില കുറച്ചിട്ടോ? ഡയമണ്ട് റിവർ ഈ സൈസ് ഉള്ളത് 450-400 രൂപയേ ഉള്ളൂ. പക്ഷെ ഇത് കുറച്ചും ക്വാളിറ്റി ഉള്ളതാണ്. അതേപോലെ തന്നെ എഡോ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഇനം, ഇത് ഇതേപോലെ 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും കായ്ക്കുന്ന സാധനമാണ്. 700 രൂപയ്ക്ക് എഡോ സ്റ്റാർ എന്ന് പറയുന്നത്. ഡബിൾ ലോങ് എന്ന് പറയും. ഇതും ഒരു 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വിശ്വസിച്ചിട്ട് സാധനം എടുക്കാം. അതായത് ഇതാണ് പിന്നെ റൂബി ലോങ്ങിന്റെ അപ്രോച്ച് ചെയ്ത തൈകളാണ്. ഇതൊക്കെ നമുക്ക് കുറച്ച് നല്ല തൈകളാണ്. ഒരു 1200 രൂപ, 1200 രൂപ കൊടുക്കാം. 1200 വേണ്ട, 1100 രൂപ. 1100 രൂപ. അങ്ങനെ നല്ല തൈകൾ അവിടെ ഉണ്ട്. 800 രൂപക്ക് നല്ല തൈകളുണ്ട്. ഇത് ആപ്പിളിന്റെ തൈകളല്ലേ? ഇത് ട്രോപ്പിക്കൽ ആപ്പിൾ നമ്മൾ കേരളത്തിൽ കായ്ക്കും എന്ന് ഞാൻ പറയാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് വരുന്ന തൈകളാണ്. ആപ്പിളിന്റെ പിന്നെ ബ്ലാക്ക്ബെറി, റാസ്ബെറി, ഇതിനൊന്നും ബാക്കിൽ പോവാൻ നിൽക്കണം നല്ലത്. ശരിക്കും അത് നല്ല തണുപ്പ് കിട്ടിയാൽ മാത്രമേ കായ്ക്കുള്ളൂ. ആപ്പിളിന്റെ എത്രയോ ഉണ്ടായിരുന്ന 15 വർഷമായി തുടങ്ങിയിട്ട്. അന്ന് മുതൽ പരീക്ഷണം നടത്തി ഇന്ന് വരെ കായ്ച്ചിട്ടില്ല. ക്ലൈമറ്റ് തണുപ്പുള്ള വേണം. അതിന് റിസ്ക് എടുത്ത് നോക്കണ്ട. നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി മാത്രം വെച്ചാൽ തന്നെ ഇഷ്ടം പോലെ പണം. ശരിയാ. അപ്പൊ ഇത് വലിയ ഉറപ്പൊന്നുമില്ല. ആപ്പിളൊക്കെ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിക്കാം. അല്ലാതെ അതിന് നമ്മള് കായ്ക്കാത്ത സാധനം ഇവിടെ പരീക്ഷിച്ച് മെനക്കെട്ടിട്ട് കാര്യമില്ല. ഇനി ആപ്പിൾ കിട്ടുകയാണെങ്കിൽ തന്നെ അത് ആപ്പിളിന്റെ രൂപത്തിൽ തന്നെ കിട്ടുമെന്ന് അറിയില്ല. ചെറിയ കായ എന്തെങ്കിലും കിട്ടി ശരിക്കും നമുക്ക് അത് കഴിച്ചിട്ട് പ്ലാന്റ് വന്ന് കഴിച്ച് ആസ്വദിക്കാൻ പറ്റില്ല. ഒരു സംശയം ഇല്ല. പുറത്തുനിന്ന് തന്നെ നമ്മൾ പോയാലാണ് ആപ്പിളൊക്കെ എന്താ വെച്ചാല് അവര് അത്രയും സംരക്ഷിച്ചു, ഭയങ്കര അത്രയും തണുപ്പുള്ള സ്ഥലം, എന്നിട്ട് അവർ അതിനെ സംരക്ഷിച്ചൊക്കെ ചെയ്യുന്നത് ഭയങ്കര സംഭവം ആണല്ലേ. അത്രയും കെയർ ചെയ്തിട്ട് അവർക്ക് തന്നെ കിട്ടണത്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുവച്ചിട്ട് വെറുതെ ടൈം കളയണ്ട. അതാണ് പ്രത്യേകം പറയണത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോങ്ങനാട്ടോ. ലോങ്ങിന്റെ ചെറിയ തൈകളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ ഏത് ലോങ്ങാണിത്? ഇത് പിംപോങ് ആണ്. ഇത് ഡയമണ്ട് റിവർ ആണ്. വൈറ്റ് റൂബി വൈറ്റ് ആണ് ഈ കാണുന്നത്. റൂബിയാണ്. ഈ കാണുന്നത് റൂബിയാണ്. മൊത്തം 4 സീസൺ ആണ്. ഈ കാണുന്നത് കംപ്ലീറ്റ് 4 സീസൺ ആണ്. ഇതൊന്നും അല്ല കേട്ടോ. എന്റെ അടുത്ത് ഒരു ഏകദേശം 1500ഓളം തൈ, 2000ഓളം തൈകൾ ഇപ്പോ ലോങ്ങിന്റെ തൈകൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇത് മാത്രല്ല 1000-1500ഓളം തൈകൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് നമ്മളെന്താ വെച്ചാല് പല ആളുകൾക്കും വില പറയുന്ന വലിയൊരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. പല ആളുകളും വിളിച്ച് കംപ്ലൈന്റ് പറയുന്നത്, നഴ്സറിക്കാരെ വിളിച്ച് കംപ്ലൈന്റ് പറയുന്നുണ്ട്. അതെന്താ വില? എന്താ നമ്മള് വില കുറച്ചിട്ടാണ് തോന്നുന്നുണ്ട്. ഞാന് അപ്പോ എന്തായാലും വില കുറച്ചിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താ വില? പറഞ്ഞതിനോട് ബുദ്ധിമുട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് എന്റെ സാധനമാണ്, അതൊക്കെ പറയാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും റൂബി ലോണൊക്കെ നമ്മൾ 800 രൂപക്കാണ് ഇത്രയും നല്ല തൈ കൊടുക്കുന്നത്. റൂബി ലോണൊക്കെ 800 രൂപക്കാണ് ഇത്രയും വലിയ പ്ലാന്റുകൾ കൊടുക്കുന്നത്. അതൊരു വില കുറവ് തന്നെയാണ്. ഇത് അതേപോലെ പിംപോങ് ഒക്കെ നല്ല വില, 1000-ന് താഴെയാണ് പിംപോങ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്. 1000-ന് താഴെ കൊടുക്കുന്നത് വൈറ്റ് ലോങ്ങിന്. പിന്നെ അതേപോലെ ഡയമണ്ട് റിവർ ഒക്കെ 400 രൂപ കൊടുക്കുന്നത്. ഇതൊക്കെ 400 രൂപ കൊടുക്കുന്നത്. ഒക്കെ എന്റെ മരത്തുമെന്ന് നമ്മൾ ചെയ്തുണ്ടാക്കുന്നത്. ഇത് സ്വന്തം ഇവിടെ തന്നെ വെച്ചുണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ കായ്ക്കാൻ എത്ര സമയം എടുക്കും? ഈ ഡയമണ്ട് റിവർ കായ്ക്കാൻ എന്തായാലും 3 വർഷം എടുക്കും. 3 വർഷം എടുക്കും. അത് പക്ഷെ എന്താ വെച്ചാൽ ഹീൽഡ് ഉള്ള ഒരു സംഭവമാണ്. ഇതാണ് ശരി കമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ 2 വെറൈറ്റി വേറെ ഹൈബ്രിഡ് ആണ്. അതെന്താ വെച്ചാല് 2 വർഷം കൊണ്ട് കായ്ക്കൊണ്ട് നല്ല കായ പിടുത്തമാണ്. 2 പ്രാവശ്യം വരെ കായ്ക്കേണ്ട ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കും. ഇപ്പോ ലോങ്ങിന്റെ വെറൈറ്റി ഏകദേശം ഒരു 20ഓളം വെറൈറ്റി എന്തായാലും എന്റെ കയ്യിലുണ്ട്. അതും പിന്നെ 28 വെറൈറ്റിയോളം എന്റെ കയ്യിലുണ്ട് സ്റ്റോക്ക്. ഒരു 15ഓളം വെറൈറ്റിയാണ് നമുക്ക് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നത്. ഒന്നുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ലോങ്ങിന് ഒരുപാട് വെറൈറ്റിന്റെ പുറകെ കൂടാതെ കുറച്ച് നല്ല വെറൈറ്റികൾ മാത്രം തിരഞ്ഞെടുക്കുക. പിന്നെ പുതിയ വെറൈറ്റികളൊക്കെ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ലീഫ് പേരിട്ടിട്ട് കൊടുത്തതാണ്. എന്തായാലും അതൊന്നും പിന്നെ അത് എത്ര കണ്ട് സക്സസ് ആവും, ഇവിടെ എല്ലാ വീട്ടിലും കായ്ക്കും, എല്ലായിടത്തും കായ്ക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് റിസൾട്ട് പക്ക റിസൾട്ടുള്ള ലോങ്ങിനാണ്. ഇതിപ്പോ വെറൈറ്റിയുള്ള പുറകിൽ കൂടാതെ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലായിടത്തും റിസൾട്ട് വന്നതിന് ശേഷം പുറകിൽ കൂടാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതിന് ഈ 3000-4000 കൊടുക്കുന്ന ലോങ്ങിന് അപ്പൊ 400-500 രൂപയായിട്ട് മാറും. ആ സമയത്ത് വെക്കണം ഏറ്റവും. അതെ ഫസ്റ്റ് വാങ്ങിക്കുമ്പോ ഒരു ലെവലിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണക്കാരന് ചെയ്യാൻ പറ്റിയത് ഏറ്റവും നല്ല ഇങ്ങനത്തെ തൈകൾ കൊണ്ടുപോകാം. റൂബി, പിംപോങ്, 4 സീസൺ, ഡയമണ്ട് റിവർ കൊണ്ടുപോയാൽ ഒരു മിതമായ റേറ്റിൽ എല്ലാ സാധനവും കിട്ടും. ചെറിയ വിലക്ക് കൊണ്ടുപോയിട്ട് ഇത് വെക്കുന്നതായിരിക്കും ബെറ്റർ. പല വെറൈറ്റീസ് പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ 10
10-25ഓളം വെറൈറ്റി ഉണ്ട്. ഇതിലിപ്പോ ഞാൻ 15ഓളം വെറൈറ്റി ഞാൻ സെയിൽ ചെയ്യണുള്ളൂ. അതൊക്കെ ഇവിടെ പക്ക റിസൾട്ട് വന്നതാണ്. റിസൾട്ട് വരുന്നതാണ് ഇപ്പൊ സെയിൽ ചെയ്യണത്. പുതിയ പുതിയ പേരില് ഒരുപാട് വന്നിട്ടുണ്ട്. അതൊന്നും അതിന്റെ റിസൾട്ട് എന്താന്ന് പോലും അറിയില്ല. അതെ അതെ. അപ്പൊ അതൊക്കെ ഈ നമ്മളെ നാട്ടിൽ ഉണ്ടാവുമോ, അത് തണുപ്പുള്ള പ്രദേശത്താണ് ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതൊന്നും ഉറപ്പ് നൽകാൻ പറ്റില്ല. ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ ഇവിടെ പക്ക 100% ഉണ്ടാവുകയാണ്, റിസൾട്ട് ഉള്ളതാണ്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ ഇതിന്റെ പിന്നെ നമ്മൾ ഈ വളം എന്താണ് ഇതിന് പ്രത്യേകിച്ച് കൊടുക്കാനുള്ളത്? സ്പെഷ്യൽ ഒന്നുമില്ല, അത് മതി. അല്ല എന്താ അറിയോ, നമ്മൾ ചില ആൾക്കാർക്ക് ഇത് സാധനം കൊണ്ടുപോകാന്നല്ലാണ്ട് ഇത് എങ്ങനെ വെക്കണം എന്നോ അതിന്റെ വളം എങ്ങനെയാന്നുള്ളത് ചില ആൾക്കാർക്ക് അറിയില്ല. കുഴിയൊക്കെ നല്ല കുഴി എടുക്കും. അതായത് നമ്മള് ചില ആളുകൾക്ക് ഈ കവറിന്റെ സൈസ് നോക്കിയിട്ട് അതിനുള്ള ഒരു കുഴി എടുക്കും. അതുകൊണ്ട് ഒരു കാര്യമില്ല. മിനിമം 2 അടി താഴ്ച വീതി സ്ക്വയർ ആയിട്ടുള്ള കുഴിയെങ്കിലും വേണം, മിനിമം വേണം. അപ്പൊ അതിൽ നമ്മൾ ചെറിയ വളം, ഇപ്പൊ പറഞ്ഞ പോലത്തെ ചെറിയ വളങ്ങളൊക്കെ ഇട്ട് ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ തന്നെ നല്ല വെയിലുള്ളടത്ത് വെക്കുക, സംഭവം സെറ്റ് ആവും. അപ്പൊ നമ്മൾ ഈ സാധനം കൊണ്ടുപോകുന്നതിന് നമ്മൾ ഇതും കൂടി ഒന്ന് ആലോചിക്കണം, എങ്ങനെ വെക്കേണ്ടത്, അതിനുള്ള വളം എങ്ങനെ കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് കായ്ച്ചിട്ടില്ല, അത് കിട്ടിയിട്ടില്ല എന്നൊന്നും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇഷ്ടംപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1800 രൂപക്കാണ്. ഇനിയിപ്പോ നമ്മളിത് റെഡി ആയി കഴിഞ്ഞാൽ 1000 രൂപ 1000 രൂപ താഴേക്ക് കൊടുക്കും. കാരണം അത്രയും തൈകളോട് റെഡി ആയി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് സാധനം വാങ്ങിക്കാൻ വരുമ്പോ സാധനം ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഇല്ല, പിന്നെ ആളുകൾ നഴ്സറിക്കാര് കൊണ്ടുപോകല്ലോ, ഒരുപാട് നഴ്സറിക്കാർ എടുക്കണ്ടേ, അവരൊന്നിച്ച് കൊണ്ടുപോയി തീർന്നുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ തീരൂല. അല്ല ശരിയാണ്, ചില ആൾക്കാർ വന്നിട്ട് ബാഗിൽ തൈകൾ പുറത്തുനിന്ന് ഇറങ്ങാൻ റെഡി ആയി നിൽക്കും. അല്ല ചില കസ്റ്റമർ പറയാറുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ സാധനം കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പൊ പറഞ്ഞതാണ് അതിനുള്ള ഉത്തരം. അതായത് നഴ്സറിക്കാര് സാധനം 2 മാസത്തിനൊക്കെ കൊടുക്കാനുള്ള എല്ലാ സാധനം റെഡിയാണ്. അതിന്റെ പുറകിൽ തൈകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ വീഡിയോ കണ്ടിട്ട് കുറെ ദിവസം കഴിഞ്ഞ് വന്നിട്ടൊന്നും കാര്യമില്ല. വീഡിയോ കണ്ട് നമ്മൾ ആ ഒരു ആഴ്ചക്കുള്ളിൽ സാധനം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടും. പിന്നെ പറഞ്ഞ ഓഫറിലും കിട്ടും. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ടൈം നോക്കിയിട്ട് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ മിക്കവാറും ആൾക്കാർ ശ്രമിക്കുക.